ഇതൊക്കെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് അവർക്ക് വീഡിയോസ് ഒന്ന് റീച്ച് ആവാൻ വേണ്ടി ചെയ്യുന്നതാട്ടോ. ശരിക്കും മിക്ക എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അടുത്തുള്ള എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇത് റീച്ച് ആവുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു 100 തവണയെങ്കിലും ഡൈവോഴ്സിൻ്റെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും. അതങ്ങ് ഹെഡിങ് കൊടുക്കുമ്പോഴേക്കും ഓടിച്ചെന്ന് നോക്കിയിട്ട് അവരും അങ്ങനെ ഇവരിങ്ങനെ പാവമായിത്ത ഒന്നുമല്ല. എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള സാമർഥ്യം ഈ കാലഘട്ടത്തിലുണ്ട്. അതില്ലാത്ത കുട്ടികളാണ് പാവം ആത്മഹത്യ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ജീവിതവും ഒരുപോലെയല്ല. യൂട്യൂബിലെ വിഡ്ഢിത്തരങ്ങൾ പറയുന്ന ചില എത്താമാരനെ ഒന്നും മനസ്സിലാക്കുക, നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. അത് എങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കണം, തീരുമാനിക്കണം നമ്മളാണ്. ജോലിക്ക് പോകണം, സമ്പാദിക്കണം. സ്ത്രീകൾ അവരുടേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും എന്താ പറയുക, നമുക്ക് തൻ്റെ ഇടത്തോടുകൂടി എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. പക്ഷേ ഒരേ ഒരു കാര്യം, അഹങ്കാരികളാവാതെ നോക്കുക. ഈ വനിതാ കമ്മീഷൻ ഉള്ളത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുള്ള സ്ത്രീകളുണ്ട്, അത് ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകളുണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും പുരുഷ കമ്മീഷൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരു പുരുഷൻ പോയി പറയോ എൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നൊന്നുമില്ല, കുറവായിരിക്കും, പക്ഷെ അത്രമാത്രം ഉപദ്രവം സഹിക്കുന്നവരെ ഒന്ന് പോയി പറയുള്ളൂ. അങ്ങനെ ഒരു കമ്മീഷൻ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഇത്രമാത്രം സ്ത്രീകൾ വല്ലാതെ പുരുഷന്മാരെ എതിർത്ത്, അതായത് അവരാണ് തെറ്റ്, അവരിലാണ് തെറ്റ്, ഞങ്ങളൊക്കെ ഓക്കെയാണെന്ന് പറയുന്നത്. പിന്നെ എല്ലാവരിലും ഒരേപോലുള്ള സാമർത്ഥ്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ചില സ്ത്രീകൾക്ക് ഞാൻ പറയുന്നത് തന്നെയാണ് ശരി, ഞാനാണ് ശരിയെന്ന് ഒരു ചിന്ത, ആ ഒരു ചിന്തയാണ് തെറ്റ് കേട്ടോ. മറ്റുള്ളവർ പറയുന്നതും കുറച്ചൊന്ന് കേൾക്കാനുള്ളൊരു മനസ്സ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നത് ഇതൊന്നും അത്ര ശരിയല്ല എന്ന് ചിന്തിക്കാനുള്ളൊരു വിവേകം ഉണ്ടെങ്കിൽ ഈ ഭർത്താക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടൂല കേട്ടോ. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും ഒരുപോലെയല്ല, എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ല, എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല. പലരിലും പല കാര്യങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ ഇടുന്നവരുടെ ഒക്കെ വീഡിയോകൾ കണ്ടിട്ട് നമ്മുടെ വീടുകളിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കണ്ട കേട്ടോ. നമുക്ക് എന്താണോ ശരി അത് മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കും, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക.